ആഫ്രിക്കയാണ് ഒട്ടകപ്പക്ഷികളുടെ നാട് എന്ന് പറയാം. സെനഗൽ മുതൽ സൊമാലിയ വരെയും തെക്കു ഭാഗത്ത് ടാൻസാനിയ വരെയും ഒട്ടകപ്പക്ഷികളുടെ താമസസ്ഥലം വ്യാപിച്ചു കിടക്കുന്നു. കൂടാതെ ദക്ഷിണാഫ്രിക്കയിലും ഒട്ടകപ്പക്ഷികളെ കാണപ്പെടുന്നു. ഒട്ടകപ്പക്ഷികളെ സംഘങ്ങളായാണ് കണ്ടുവരുന്നത്. ഒരു സംഘത്തിൽ 50 പക്ഷികൾ വരെ ഉണ്ടാകും. എന്നാൽ ഓരോ ആൺപക്ഷിയോടൊപ്പം 5-6 പിടകളെയും കാണാം. അവ കൂടുകൂട്ടുന്നതും മുട്ടയിടുന്നതുമൊക്കെ ഒന്നിച്ചാണ്. ഉണങ്ങിയ മണ്ണിൽ ചെറിയ കുഴി കുത്തിയാണ് കൂടുണ്ടാക്കുന്നത്. ആ കൂട്ടിൽ പെൺപക്ഷികൾ മുട്ടയിടുന്നു. ഒരു പ്രാവശ്യം ഇങ്ങനെ 30 മുട്ടകൾ വരെ ഇടാറുണ്ടത്രേ. അവ കൂട്ടത്തോടെ കിടന്നാലും ഓരോ പക്ഷിക്കും താനിട്ട മുട്ട ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമത്രേ. മുട്ടകൾക്ക് അടയിരുന്ന് വിരിയിക്കേണ്ട ജോലി ആൺപക്ഷികളുടേതാണ്. 6-7 ആഴ്ചകളെടുക്കും അവ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ. 2 മുതൽ 4 വർഷം വരെ എടുക്കും കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ വളർച്ചയെത്താൻ. ഇക്കാലം അത്രയും അച്ഛൻ പക്ഷിയും അമ്മ പക്ഷിയും അവയെ ഒരുപോലെ സംരക്ഷിക്കുന്നു. 1 വയസ്സാകുമ്പോൾ തന്നെ കുഞ്ഞിന് ഏതാണ്ട് 45 കിലോഗ്രാം ഭാരം കാണും. ആൺപക്ഷികൾക്ക് പെൺപക്ഷികളെക്കാൾ ഉയരം കൂടുതലുണ്ടാകും. ഏറ്റവും വലിയ മുട്ടയും ഒട്ടകപ്പക്ഷിയുടേതാണ്. ഇതിൻ്റെ മുട്ടകളും മാംസവും മനുഷ്യർ ഉപയോഗിച്ചു വരുന്നു. ഒട്ടകപ്പക്ഷിയുടെ തുകൽ ഒരു ലാഭകരമായ ഉൽപ്പന്നമാണ്. ഒട്ടകപ്പക്ഷിയുടെ കൊഴുപ്പ് ഉപയോഗിച്ച് എണ്ണയുണ്ടാക്കുന്നു. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.